അങ്ങനെ രേവതിക്കാണെങ്കിൽ തൻ്റെ കാലുവേദന സഹിക്കാൻ പോലും പറ്റുന്നില്ല. വീട്ടിലാണെങ്കിൽ സച്ചിയില്ല. രേവതിയെ അച്ഛനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സച്ചി അവിടെ നിന്ന് പോയിരിക്കുന്നത്. കാല് വേദനിച്ചുകൊണ്ട് തന്നെ രേവതി ഭയങ്കര കരച്ചിലായിരിക്കും. സച്ചിയേട്ടാ സച്ചിയേട്ടാ, സച്ചിയേട്ടനത് എവിടെയാ പോയത്? എന്നാൽ സച്ചി വിളി കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രേവതി ഇങ്ങനെ ചന്ദ്രമതിയെ വിളിക്കാൻ തുടങ്ങും. അമ്മേ സച്ചിയേട്ടാ, ആരുമില്ല എവിടെ നിന്ന് ഇങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്തിന് രേവതിയുടെ വാക്ക് അരോചകമായിട്ട് തോന്നുകയാണ് ചന്ദ്രമതിക്ക്. ഇവളെന്തിനെ വിളിച്ച് അലറുന്നത്? ഏതായാലും കുറച്ചു നേരം അവിടെ കിടക്കട്ടെ എന്നൊക്കെ ചിന്തിച്ച് ചന്ദ്രമതി ആണെങ്കിൽ രേവതിയുടെ വിളിക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറച്ചു നേരം ഏതായാലും അവിടെ കിടന്നങ്ങ് കരയട്ടെ. അല്ല പിന്നെ ഞാനെന്താ അവളുടെ നഴ്സോ? അവൾ ഏതായാലും കുറച്ചു നേരം അങ്ങ് അലറി വിളിച്ച് കരയട്ടെ. ഞാനെന്താ അവളുടെ നഴ്സോ? വീട്ടിൽ നിന്ന് എന്നോ വെളിയിൽ അടിച്ചു പുറത്താക്കേണ്ടവൾ അവൾ. എന്നിട്ടിതാ എനിക്ക് തന്നെ ഭാരമായിട്ടിരിക്കുക. രേവതിയാണെങ്കിൽ വേദന സഹിക്കാതെ ഭയങ്കര കരച്ചിലായിരിക്കട്ടോ. ആ സമയത്തായിരിക്കും ചന്ദ്രമതി പെട്ടെന്ന് രവീന്ദ്രനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സമയത്ത് രവിയേട്ടൻ എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാലോ, എങ്കിൽ പിന്നെ എൻ്റെ കഷ്ടകാലമായിരിക്കും. ഏതായാലും ഒന്ന് ചെന്നേക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചന്ദ്രമതി പ്രശ്നം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ചന്ദ്രമതി ചെന്ന് പറഞ്ഞിട്ട്, ഈ വീട്ടിൽ നിന്റെ ഭർത്താവൊന്നുമില്ല നീ ഇങ്ങനെ അലറി വിളിക്കാനൊക്കെ. നിന്റെ കാലിന് ചെറിയൊരു വേദന ഉണ്ടെന്ന് കരുതി നീ ഇങ്ങനെ ബെഡിൽ തന്നെ 24 മണിക്കൂറും കിടക്കണമെന്നൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി പറഞ്ഞിട്ട്, അമ്മേ എനിക്കൊട്ടും വയ്യ, ഒന്ന് സച്ചേട്ടനെ വിളിച്ച് പറ അമ്മേ, എൻ്റെ കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറയും. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഓഹോ അത്ര വേദനയുണ്ടോ നിന്റെ കാലിന്? എങ്കിൽ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ കാല് പിടിച്ചങ്ങ് അമർത്തു. അതോടുകൂടി തന്നെ രേവതിക്ക് വേദന സഹിക്കാൻ കഴിയാതെ രേവതി ഭയങ്കര കരച്ചിലാണ്. പിടിച്ച് നെക്കാതെ അമ്മേ, വേദനിക്കും അമ്മേ, പ്ലീസ് ഇതുപോലെ കഷ്ടമാക്കല്ലേ, എത്രയും പെട്ടെന്ന് സച്ചീട്ടനൊന്ന് വിളിച്ചതാന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ നിന്റെ കാലിലൊന്നും തൊടാൻ വരുന്നില്ല, ഇപ്പം തന്നെ ഫോൺ വിളിച്ചേക്കാം. നിനക്ക് വയ്യാതെ നീ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ പിന്നെ ഈ റൂമിൽ ഏതായാലും എൻ്റെ സുതിമോനെ കിടന്നുറങ്ങാലോ എന്നാട്ടോ ചന്ദ്രമതി പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി ഏതായാലും സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ കോൾ വരുന്ന സമയത്ത് സച്ചി ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഇതെന്താ അമ്മയാണല്ലോ, അയ്യോ രേവതി ഒറ്റയ്ക്കല്ലേ വീട്ടിൽ, ഇനി അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സച്ചി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ എന്താ അമ്മയെന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട്, എടാ നിന്റെ ഭാര്യയ്ക്ക് പ്രസവ വേദനയാണെന്ന് പറയും. അപ്പോൾ എന്ത് പ്രസവ വേദനയോ? ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇവിടെ നിലവിളിക്കുന്നത്. അയ്യോ അമ്മേ രേവതിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിഞ്ഞൂടാ, നിന്നോട് പറയാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പെട്ടെന്ന് ഫോണങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് രേവതിയോട് പറഞ്ഞിട്ട്, ഇനി മിണ്ടാതിരുന്നോളണം, പറയേണ്ടവരോടൊക്കെ പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പെട്ടെന്ന് പോവുകയാണ്. സച്ചി ഏതായാലും ഒരു ഓട്ടത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് സച്ചി നേരെ രവീന്ദ്രനെ വിളിക്കാണ്. സച്ചി ചോദിക്കുന്നതിന്, ഹലോ അച്ഛ. അമ്മ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. രേവതിക്ക് ശരിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ മോനെ ഞാൻ വീട്ടിലില്ല എന്ന് പറയുന്ന സമയത്തിന്, അയ്യോ അപ്പോൾ അച്ഛൻ വീട്ടിലില്ലേ? ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ മോനെ എന്ന് പറയുന്ന സമയത്തിന്, അയ്യോ അച്ഛ എങ്കിൽ പെട്ടെന്ന് ചെല്ല്, രേവതിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അമ്മ വിളിച്ച് കാര്യം പറഞ്ഞ് ഫോൺ വെച്ചു. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ ഫോൺ കട്ടാക്കി. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, വിഷമിക്കേണ്ട മോനെ, ഞാൻ ഇപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താം, അവിടെ ചെന്നിട്ട് മോനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകും. രവീന്ദ്രൻ വീട്ടിലേക്ക് എത്തിയിട്ട് ചോദിക്കുന്നതിന്, മോളെ എന്ത് പറ്റി മോളെ നിനക്ക് എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി പറഞ്ഞിട്ട്, അച്ഛ എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ, ഒട്ടും നിലത്ത് വെക്കാൻ പോലും പറ്റുന്നില്ല. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, മോളെ നീ വിഷമിക്കണ്ട, നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കും. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി വന്ന് ചോദിക്കുന്നതിന്, എന്താ രേവതി എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി പറഞ്ഞിട്ട്, സച്ചിയേട്ടാ എൻ്റെ കാലിന് ഒട്ടും വയ്യ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയാണ്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, നീ വാ വണ്ടിയിൽ കയറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സച്ചി ചോദിക്കുന്ന, ഡോക്ടർ എന്താ രേവതിക്ക് പറ്റിയത്, എന്താ ഇത്ര പെട്ടെന്നൊരു വേദന, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞിട്ട്, അത് പിന്നെ സച്ചി എക്സ്റേ റിപ്പോർട്ടൊക്കെ ഞാൻ പരിശോധിച്ചു, കാലിന് നല്ല വീക്കം വന്നിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സച്ചി, നമുക്ക് 50-50 ചാൻസ് എന്ന്. ഏതായാലും രേവതിയുടെ കാലിൻ്റെ എല്ലിന് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സർജറി കൂടിയേ തീരൂ. അന്നേരം സച്ചി ഒരു ഞെട്ടലോട് കൂടി തന്നെ ചോദിക്കുന്നുണ്ട്, എന്ത് ഡോക്ടർ ഇനിയും ഒരു സർജറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, അതേ സച്ചി എന്ത് ചെയ്യാനാ, ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത് നിങ്ങളുടെ ഭാഗ്യം. പിന്നെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നല്ലൊരു തുക തന്നെ ആദ്യം കെട്ടിവെക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ മുഴുവൻ തുക അടക്കണമെന്നില്ല, പക്ഷെ പകുതി തുകയെങ്കിലും അടച്ചാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ പറയാട്ടോ ഡോക്ടർ. അപ്പോഴേക്കും സച്ചിക്ക് ആകെ ടെൻഷനാവാണ്. അയ്യോ ഓപ്പറേഷൻ ചെയ്താൽ രേവതിയുടെ കാല് പൂർണ്ണമായിട്ടും മാറുമെന്ന് ചോദിക്കും. ഡോക്ടർ പറഞ്ഞിട്ട്, ഓപ്പറേഷൻ ചെയ്യാതെ മറ്റൊരു ചാൻസും കാണുന്നില്ല, എന്താണെങ്കിലും ഇത് മാത്രമേ ഇപ്പം നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യമുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്ക്. അല്ല ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എത്ര തുക വേണ്ടി വരുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, അത് 1.5 ലക്ഷം രൂപ വേണ്ടി വരും. ഇപ്പം ഏതായാലും നിങ്ങളൊരു 70,000 രൂപയെങ്കിലും അടക്കണം. പെട്ടെന്ന് തന്നെ സച്ചി അതിനുള്ള ഏർപ്പാട് നോക്ക്, എങ്കിൽ പിന്നെ ഓപ്പറേഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് പറയും.
അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, അയ്യോ ഡോക്ടറെ 1.5 ലക്ഷം രൂപയോ, അതും ഞാൻ പെട്ടെന്ന് എങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഏതായാലും നിങ്ങൾ പകുതി തുക അടച്ചാൽ മതി, ബാക്കി പിന്നീട് അടച്ചു തീർക്കാം. എന്നാൽ പെട്ടെന്ന് 1.5 ലക്ഷം രൂപ എന്ന് കേൾക്കുന്നതോടുകൂടി സച്ചി അങ്ങ് വല്ലാതാവും. ആ സമയത്തിന് രവീന്ദ്രൻ പറയുന്നുണ്ട്, മോനെ 1.5 ലക്ഷം രൂപ വേണമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛാ, പെട്ടെന്ന് ഞാൻ എവിടെ നിന്നാണ് ഈ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, എൻ്റെ കാറങ്ങ് വിൽക്കാമെന്ന് പറയും. അന്നേരം രവീന്ദ്രൻ അത് സമ്മതിക്കുന്നില്ല. രവീന്ദ്രൻ പറഞ്ഞിട്ട്, മോനെ കാറ് വിൽക്കാനോ? അത് നമ്മുടെ ജീവിതമാർഗമല്ലേ, അതുകൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മോനെ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക? എന്നാൽ ഇത് കേട്ട് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്, കാറ് വിൽക്കാതെ പിന്നെ ഇവരുടെ മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ലല്ലോ, അതുമാത്രമല്ല രേവതി സന്തോഷത്തോടു കൂടെ നിനക്ക് സമ്മാനിച്ചതല്ലേ ആ കാറ്. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, വേണ്ട മോനെ അത് വിൽക്കണ്ടടാന്ന് പറയുന്ന സമയത്തിന് പിന്നെ എന്ത് ചെയ്യാനാണ് അച്ഛാന്ന് ചോദിക്കും. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, എടാ മോനെ സച്ചി, തൽക്കാലം അച്ഛനൊരു മാർഗം കണ്ടിട്ടുണ്ട്. രേവതിയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ചന്ദ്രമതിയുടെ കൈവശമില്ലേ, അതെടുത്ത് നമുക്ക് തൽക്കാലം 1.5 ലക്ഷം രൂപക്കുള്ളത് പണയം വെക്കാം. നിസ്സാരമായിട്ട് പെട്ടെന്ന് നമുക്ക് മുഴുവനായിട്ട് തുക അടക്കാനും പറ്റും. മോനെ ഞാൻ ഏതായാലും ആ സ്വർണം പണയം വെച്ചിട്ട് പൈസയുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളാം എന്നൊക്കെ പറയായിരിക്കട്ടോ രവീന്ദ്രൻ. എന്നാൽ ഇത് കേൾക്കുന്നതോടുകൂടി ചന്ദ്രമതി ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുവാണ്. ചന്ദ്രമതി ടെൻഷനോട് ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, ഇനിയിപ്പോൾ ആ സ്വർണം എന്നോട് ചോദിക്കുമല്ലോ. സുധിയോട് ഈ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്നൊന്നും സ്വർണം എത്തിച്ചു തരാനൊന്നും അവനെ കൊണ്ട് പറ്റില്ല. ഇനിയിപ്പോൾ രവിയേട്ടനെങ്ങാനും ഞാൻ ചെയ്ത കള്ളത്തരം പറഞ്ഞാൽ പിന്നെ എന്നെ അതോട് തന്നെ കൊന്നുകളയും. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ആകെ ടെൻഷനോട് നിൽക്കുന്ന സമയത്തിന് രവീന്ദ്രൻ വന്നിട്ട് അത് ചോദിക്കുകയാണ്, ആ ചന്ദ്രെ, നിന്റെ കയ്യിൽ ഞാൻ രേവതി മോളുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ തന്നിരുന്നില്ലേ, അതിങ്ങ് എടുത്തതാ. അന്നേരം ടെൻഷനോട് കൂടി തന്നെ രവീന്ദ്രൻ പറഞ്ഞിട്ട്, ആദ്യം വീട്ടിലേക്ക് ചെല്ലാം. അല്ല രവിയേട്ട, അത് വേണോന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, അതല്ലാതെ പിന്നെ നമ്മുടെ മുന്നിൽ മറ്റു വഴിയൊന്നുമില്ലല്ലോ, തൽക്കാലം ഏതായാലും ആ സ്വർണം കിട്ടിയേ പറ്റൂ. പണം ഉണ്ടാവുന്ന സമയത്തിന് നമുക്ക് ഈ സ്വർണ്ണാഭരണമെല്ലാം തിരിച്ചെടുക്കാലോ. നീ വാ ചന്ദ്രൻ, നമുക്കതെടുക്കാൻ വീട്ടിലേക്ക് പോവാമെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒപ്പം പോവാൻ ഒരു മടിയായിരിക്കും. അല്ല ചന്ദ്രേ, നിനക്കെന്താ അത് തരുന്നതിൽ എന്തെങ്കിലും മടുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഏതായാലും വീട്ടിൽ ചെന്നതിന് ശേഷം രവിയേട്ടനോട് കാര്യങ്ങളൊക്കെ പയ്യെ പറഞ്ഞു മനസ്സിലാക്കാം. ഇവിടെ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് കേൾക്കുമെന്ന് മാത്രമല്ല രവീന്ദ്രൻ തന്നെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തു. ഏതായാലും അവർ വീട്ടിലെത്തിയ ഉടനെ തന്നെ ചന്ദ്രമതിയോട് പറഞ്ഞിട്ട്, നീ പെട്ടെന്ന് പോയിട്ട് ആ സ്വർണം എടുത്തിട്ട് വായെന്ന് പറയും. അന്നേരം എന്ത് സ്വർണ്ണാഭരണമെന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നത്, തനിക്ക് എന്താണ് സ്വർണം ചോദിച്ചപ്പോഴേക്കും ഒരു പരിങ്ങൽ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ശ്രദ്ധിച്ചതാ, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. രേവതി മോൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ആ പൈസ എടുത്തതാ ചന്ദ്രേ. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നത്, രവിയേട്ട, പണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ സ്വർണ്ണാഭരണം തന്നെ പണയം വെക്കണോ, മറ്റെന്തെങ്കിലും മാർഗം നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ മറ്റെന്ത് മാർഗമെന്ന് ചോദിക്കാട്ടോ രവീന്ദ്രൻ. അല്ല രവിയേട്ട, നമുക്ക് സുധിയോടൊന്ന് പണം ചോദിച്ചു നോക്കിയാലോ എന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞു, സുധി അവനൊന്നും പണം തരാനൊന്നും പോകുന്നില്ല, ഇപ്പം തൽക്കാലം നീ ആ സ്വർണ്ണാഭരണം ഇങ്ങോട്ട് എടുത്തിട്ട് വാ എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ആകെ പേടിയാവാണ്. ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞിട്ട്, രവിയേട്ട, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പം രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, രവിയേട്ട, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ആ സ്വർണ്ണാഭരണമൊന്നും ഇപ്പം എൻ്റെ കൈവശമില്ല. പിന്നെ ആരുടെ അടുത്താ സ്വർണ്ണാഭരണം എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞത്, അത് പിന്നെ ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാനതൊരാൾക്ക് എടുത്തു കൊടുത്തു. അന്നേരം രവീന്ദ്രൻ അങ്ങ് ദേഷ്യം വന്നു കൊണ്ടിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നത്, എന്ത്, രേവതിയുടെ സ്വർണം വേറൊരാൾക്ക് അവളുടെ അനുവാദമില്ലാതെ എടുത്തു കൊടുത്തെന്നോ? നാണമില്ലേ ചന്ദ്രൻ നിനക്ക്? അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ട, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ് എന്ന് പറയും. ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ട, തൽക്കാലം അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്ത് അവൻ്റേതോ ആരുടേത് കാര്യമായിട്ടാണ് നീ പറയുന്നത്? ശ്രീകാന്ത് എന്തായാലും നിന്നോട് പണം ചോദിക്കില്ല, പിന്നെ സുധിയാണോ നിന്നോട് പണം ചോദിച്ചത് എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, അത് പിന്നെ രവിയേട്ടാന്ന് പറയുന്ന സമയത്തിന് പറയടി. അന്നേരം ഒരു ചമ്മലോട് കൂടി തന്നെ ചന്ദ്രമതി അതേന്നങ്ങ് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ രവീന്ദ്രൻ്റെ ദേഷ്യം വന്നുകൊണ്ട് ചന്ദ്രമതിയുടെ മുഖം അടിച്ചൊരൊറ്റ എന്നങ്ങ് പൊട്ടിക്കും. എടി, എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എടി, എന്തിനാടി എന്നോട് പോലും ചോദിക്കാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 50 ലക്ഷം രൂപ പുട്ടുപോലെ അങ്ങ് വിഴുങ്ങിയവനല്ലേ അവൻ. അല്ല, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കുറേ പണം അയച്ച് ആ ഒരു പണം കൊണ്ടാണ് ബിസിനസ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. അത്രമാത്രം പണം അവരുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിന്റെ കയ്യിൽ നിന്ന് എന്തിനാ അവൻ പണം വാങ്ങിച്ചത്? അവൻ്റെ ഷോപ്പിന് വലിയ പ്രോഫിറ്റ് കിട്ടിയിട്ട് 5 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്ര കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതൊന്നും ശരിയല്ല രവിയേട്ട.
അവൻക്ക് അങ്ങനെ വിചാരിച്ചതുപോലെ കച്ചവടമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നത് പിന്നെ എന്തിനാ മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? അപ്പോൾ രേവതി മോളോട് പോലും സമ്മതം ചോദിക്കാതെ നീ അവളുടെ സ്വർണ്ണാഭരണമെല്ലാം തന്നെ അവൻ എടുത്തു കൊടുത്തു അല്ലേ? നാണമില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രന് വീണ്ടും ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ അടിക്കാണ്. രവിയേട്ട എന്നെ എങ്ങനെ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി രവീന്ദ്രന്റെ കാല് പിടിക്കുന്ന സമയത്തിന് രവീന്ദ്രന്റെ ദേഷ്യം വന്നിട്ട് എവിടെയാണ് അവനെ ഇപ്പൊ തന്നെ വിളിക്കുന്നൊക്കെ പറയും. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നത് വേണ്ട രവിയേട്ട അവൻ അവന്റെ ഷോറൂമിലാണെന്ന് പറയുന്ന സമയത്ത് ഓ അവന്റെ ഒരു ഷോറൂം മര്യാദക്ക് അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കടി. ചന്ദ്രമതി ഏതായാലും പേടിച്ച് വിറച്ചുകൊണ്ട് സുധിയെ വിളിക്കുന്ന സമയത്തിന് സുധി ഫോൺ എടുത്ത് പറഞ്ഞിട്ട് അമ്മ എന്തിനാ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുക അമ്മയോട് പറഞ്ഞിട്ടില്ലേ? അന്നേരം മോനെ സുധി നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരണം എന്ന് പറയുന്ന സമയത്തിന് സുധി പറഞ്ഞിട്ട് ഇല്ലമ്മേ എനിക്കങ്ങനെ ഷോറൂമിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ വരാനൊന്നും പറ്റില്ല. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞിട്ട് മതി നിന്റെ ഷോറൂമിൻ്റെ തിരക്കൊക്കെ. രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് സുധി പറഞ്ഞിട്ട് അച്ഛാ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ തിരക്കാണ്, കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നിന്നോട് മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനാ ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ട് വാടാന്ന് പറയുന്ന സമയത്ത് തന്നെ സുധിക്ക് പേടിയാവണ്. അച്ഛൻ എന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുധി ഏതായാലും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അച്ഛൻ എന്തോ കാര്യമായിട്ട് ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സുധി ഏതായാലും ശ്രുതിയെ കൂട്ടിക്കൊണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ടായിരിക്കട്ടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ശ്രുതിയും വീട്ടിലേക്ക് കയറി വരുന്നതും കാണുന്ന സമയത്തിന് രവീന്ദ്രന് ഭയങ്കര ദേഷ്യം വരും. സുധി നേരെ വീട്ടിലേക്ക് കയറി വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാ എന്നെ വിളിപ്പിച്ചെന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്നങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല സുധിയുടെ കോളറിനങ്ങ് പിടിക്കും. എന്നിട്ട് പറഞ്ഞിട്ട് എടാ ഈ വീട്ടിൽ നീ മാത്രമല്ല മകനുള്ളത്, ബാക്കി രണ്ടുപേരും ഏതായാലും നിന്റെ അത്ര സ്വാർത്ഥനൊന്നുമല്ല. അന്നേരം സുധി പറഞ്ഞിട്ട് അച്ഛൻ ആദ്യം എന്നെ ഒന്ന് വിട്, അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി മോളുടെ സ്വർണം പണയം വെച്ചത് നീ അല്ലടാന്ന് ചോദിച്ചു കൊണ്ടതിന് സുധിയുടെ കരണം തീർത്തൊരൊറ്റ എന്നങ്ങ് പൊട്ടിക്കാണ് രവീന്ദ്രൻ. സുധി ചോദിക്കുന്നത് അച്ഛനോട് ആരാ ഈ കള്ളമൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് കള്ളോ? ചന്ദ്രേ ഇവൻ തന്നെ ലേടി നിന്റെ കയ്യിൽ നിന്നും രേവതി മോളുടെ സ്വർണം വാങ്ങിച്ചത് എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട് അതെ സുധി തന്നെയാണ്. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട് എന്നിട്ട് ഈ നാണമില്ലാത്തവൻ പറയുന്നത് കേട്ടില്ലേ? രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് വീണ്ടും സുധിയുടെ മുഖം അടിച്ചങ്ങ് പൊട്ടിക്കുന്നതും കണ്ടുകൊണ്ടതിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരും. ശ്രുതി പറഞ്ഞിട്ട് അങ്കിൾ സ്റ്റോപ്പ്, അങ്കിൾ എന്തായി ചെയ്യുന്നത്? എൻ്റെ മുന്നിൽ വെച്ച് അങ്കിൾ എന്തിനാ എൻ്റെ സുധി അടിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നീ ഇതിൽ ഇടപെടാൻ വരണ്ടെന്ന് പറയും. ഇത് ഞാനും എൻ്റെ മോനും തമ്മിലുള്ള പ്രശ്നമാണ്, അതിൽ നീ ഇടപെടണ്ടെന്നിങ്ങനെ രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്തിന് ശ്രുതിക്ക് പേടിയായിട്ട് ശ്രുതി ഇങ്ങനെ പിന്മാറി നിൽക്കുകയാണ്. രേവതി മോളുടെ സ്വർണം അതും അവൾ പോലും അറിയാതെ അവളുടെ സമ്മതം പോലും ഇല്ലാതെ ഇവൻ കൊണ്ടുപോയി പണം വെച്ചിരിക്കുക. ഇനിയിപ്പോൾ പണയം വെച്ചതാണോ വിറ്റതാണോ എന്ന് ആർക്കറിയാം? ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ രേവതിയുടെ സ്വർണം പണയം വെച്ചോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ശ്രുതിക്കൊന്ന് പേടിയാവാണ്. അത് ഒരു സന്ദർഭത്തിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിക്കി പറയാൻ മടിച്ച് നിൽക്കായിരിക്കട്ടെ ശ്രുതി. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ശ്രുതി, എത്ര കിട്ടിയാലും നീ എന്താ പഠിക്കാത്തത്? അവരുടെ സ്വർണം എടുത്ത് പണയം വെക്കാൻ മാത്രം നിനക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്? ഷോറൂമിൽ തന്നെ നിനക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നിനക്ക് പിന്നെ എന്തിനാ മറ്റൊരാളുടെ സ്വർണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട് അത് പിന്നെ ഷോറൂമിൽ പെട്ടെന്ന് ഞാനൊരു ചതിയിൽപ്പെട്ടു. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട് നീ എങ്ങനെയാടാ ചതിയിൽ പെടാതിരിക്കുക? എപ്പോഴും ചതിയും വെഞ്ചനും മാത്രം, നിന്റെ സ്വന്തം കാര്യം മാത്രം നോക്കാനല്ലേ നിനക്കറിയുള്ളൂ. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന നീ ചതിയിൽ വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത്രമാത്രം ചതി ഈ കുടുംബത്തിനോട് ചെയ്യുന്ന നീ ഏതായാലും ഇനി ഈ വീട്ടിലൊരു നിമിഷം പോലും നിൽക്കണ്ട. അങ്ങനെ നിൽക്കാനുള്ള അർഹത നിനക്കില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് സുധിയെ അവിടെ നിന്നും ആട്ടിയിറക്കി വിടാണ് രവീന്ദ്രൻ. പാവം എൻ്റെ രേവതി മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക, ICUയിൽ അവൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപ അവിടെ കെട്ടിവെക്കണം. എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ് ഞാൻ ഈ പൈസയൊക്കെ? ആ പണത്തിന് വേണ്ടി ആ രേവതിയുടെ സ്വർണ്ണം പണയം വെക്കാൻ തീരുമാനിച്ചത്. ഇനി ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും ആ പണമൊക്കെ? ഇനി മേലാൽ നീ ഈ വീട്ടിൽ കയറി പോവരുത്, ഇറങ്ങിപ്പോടാ. ഇതും പറഞ്ഞുകൊണ്ടതിന് സുധിയുടെ കഴുത്ത് പിടിച്ച് പുറത്തേക്കങ്ങ് വലിച്ച് തള്ളിയിടുകയാണ് രവീന്ദ്രൻ. എന്നിട്ട് ചന്ദ്രമതിയോടായിട്ട് ഒരു താക്കീത് പോലെ പറയുന്നത് ഇനി എങ്ങാനും ഇവനെ ഊട്ടാനും ഉറക്കാനും ഇവനെ സപ്പോർട്ട് ചെയ്യാനാണ് നിന്റെ പദ്ധതിയെങ്കിൽ ഇങ്ങനെ ഒരു ഭാര്യ എനിക്കില്ലാന്ന് ഞാൻ അങ്ങ് കരുതിക്കോളാം. നീ ഒരൊറ്റ ഒരുത്തിയാണ് ഇവനെ ഇത്രത്തോളം വഷളാക്കിയത്. എൻ്റെ 50 ലക്ഷം രൂപ ഇവൻ കൊണ്ടുപോയപ്പോലും ഞാൻ ഇത്രമാത്രം വേദനിച്ചിട്ടില്ല. രവീന്ദ്രൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ സച്ചി വീണ്ടും രവീന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. സച്ചിയോട് എന്ത് മറുപടി പറയണമെന്ന് പോലും രവീന്ദ്രൻ അറിയില്ല. രവീന്ദ്രൻ പറഞ്ഞിട്ട് ചന്ദ്രേ നിന്റെ കയ്യിൽ കുറച്ച് സ്വർണം ഇരിപ്പില്ലേ, അതെനിക്ക് എടുത്തതാ. അത് തൽക്കാലം പണയം വെച്ചിട്ടാൽ രേവതി മോളുടെ ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി അതിന് സമ്മതിക്കുന്നില്ല. ചന്ദ്രമതി പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ സ്വർണ്ണമൊന്നുമില്ല, ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ സ്വർണ്ണം ഞാൻ തരില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ്റെ അങ്ങ് ദേഷ്യം വന്ന് ചോദിക്കുന്നത് മറ്റുള്ളവരുടെ സ്വർണം എടുത്തു കൊടുക്കാൻ നിനക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ടിപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നിന്റെ സ്വർണം എടുത്തു തരാനല്ലേ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? മര്യാദക്ക് ആ സ്വർണം ഇങ്ങോട്ട് എടുത്തുവാ, അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല എന്നൊക്കെ പറയായിരിക്കും രവീന്ദ്രൻ. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ശ്രുതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്.
എന്നാൽ ശ്രുതി അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ രവീന്ദ്രന് ഭയങ്കര സങ്കടം വരും. രവീന്ദ്രൻ പറഞ്ഞതിന്റെ മോളെ ശ്രുതി, അവൻ ചെയ്ത തെറ്റ് അത് നീയും കൂടി അറിയാതെയാണ്. അവൻ ഇങ്ങനെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല. അവൻ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാണ്. അവൻ സ്വന്തം കാര്യത്തിൽ മാത്രമേ സന്തോഷം കണ്ടെത്താറുള്ളൂ. അങ്ങനെയുള്ള അവനൊരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് മോൾ ഏതായാലും ഇനി അവനെ സപ്പോർട്ട് ചെയ്യാതെ മോളുടെ കാര്യം നോക്ക്. അവൻ ഏതായാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നിട്ടോ രവീന്ദ്രൻ. എന്നാൽ ശ്രുതി പോലും സപ്പോർട്ടിനില്ലാതെ കൊണ്ട് തന്നെ ശ്രുതി ആകങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ സമയത്ത് ചന്ദ്രമതിയാണെങ്കിലോ ചന്ദ്രമതിയുടെ സ്വർണം കൊടുക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ രവീന്ദ്രൻ ഏതായാലും ചന്ദ്രമതിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ ഒരു സ്വർണ്ണാഭരണമെല്ലാം വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അത് പണമാക്കി മാറ്റിയതിന് ശേഷമായിരിക്കും രേവതിയുടെ ആ ഒരു വലിയ ഓപ്പറേഷൻ നടത്തുന്നത്. ആ ഒരു ഓപ്പറേഷൻ കഴിയുന്നതോടുകൂടി തന്നെ പൂർണ്ണ റെസ്റ്റ് അത്യാവശ്യമാണെന്ന് പറയും. അതിനുശേഷം രേവതി ഏതായാലും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരും. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.